അതിനെപ്പറ്റി ചിന്തിക്കും. ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മള് കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് യൂട്യൂബേഴ്സ്. യൂട്യൂബർ നമ്പർ 1 തനി മലയാളി, ഓഫ് കോഴ്സ് യൂട്യൂബർ നമ്പർ 2 ദിയ കൃഷ്ണ. കെ ഫാമിലിയിൽ നിന്ന് എന്നാണ് ഞാൻ പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കെ ഫാമിലിയുടെ കോൺട്രവേഴ്സിയാണ് നമ്മൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു കോൺട്രവേഴ്സി വന്നു, അമ്മ കോൺട്രവേഴ്സി. അത് കഴിഞ്ഞൊരു ബർത്ത്ഡേ കോൺട്രവേഴ്സി വന്നു. അത് കഴിഞ്ഞ് നാട്ടിലെ ബർത്ത്ഡേ കോൺട്രവേഴ്സി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതാ നമ്മുടെ CJP പാർട്ടി ആ ഒരു കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ റിയാക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാൻ സംസാരിക്കായിട്ടാണ്. കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായം പറയരുത്. ഇവിടെ ആ ഇഷ്യൂവിലാണെങ്കിൽ ഒരു അഭിപ്രായം ഇവിടെ വന്ന് പറയുന്നു, അടുത്ത സെക്കൻഡിൽ അഭിപ്രായം നേരെ മാറി പറയുന്നു. ഇപ്പുറത്തെ സൈഡിൽ സ്റ്റുഡൻറ് സപ്പോർട്ടാണെന്ന് പറയുന്നു, ഇങ്ങേ സൈഡിൽ വന്നിട്ട് സർക്കാരിനെ പറയുന്നു. എന്തോ ഒരു കളി. എനിക്ക് അതൊന്നും എടുത്തു വെച്ച് പറയാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഗെറ്റ് റെഡി വിത്ത് മീ, എന്തിന് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ, അവിടെ പോകുമ്പോൾ ബേസിക്കായി കൊണ്ടുപോകേണ്ട കണ്ണട, ലിപ്സ്റ്റിക്ക്, അത് ഇത് തേങ്ങയുടെ വീഡിയോ, കുറേ സാധനങ്ങൾ കണ്ടു. എനിക്കിതൊന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിവരമില്ലായ്മ ഒരു തെറ്റല്ലേലോ അവറാച്ച എന്നാണ് എനിക്കിവിടെ ചോദിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായം, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാലാണോ ഭാഗ്യവശാലാണോ എന്നെനിക്കറിയില്ല, ആകെ 1000 പേരെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ഈ ഇടുന്ന വീഡിയോ വരെ ചിലപ്പോൾ ഒരുപാട് പേര് കാണാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സോഷ്യലി റെലവൻ്റ് ആയൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പം മൈ നോട്ട് നിങ്ങളാരും കാണുന്നില്ല, അറിയില്ല. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം അറിയണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾ ഇരുന്നൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഇവിടുത്തെ കോൺട്രവേഴ്സി ഫ്രം ദ ഫസ്റ്റ് 2 വീഡിയോ, അല്ലെങ്കിൽ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ആളുടെ ചാനലിൽ കൂടിയൊക്കെ നിങ്ങളെല്ലാവരും ഈ ഒരു ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കോണ്ടൻറ്റ്. എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെന്നും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 2 ഇൻഫ്ലുവൻസേഴ്സ് ആണുള്ളത്. ഇൻഫ്ലുവൻസർ നമ്പർ 1 ഓഫ് കോഴ്സ് തനി മലയാളി, ആൻഡ് ഇൻഫ്ലുവൻസർ നമ്പർ 2 ദാറ്റ് ഈസ് ദിയ കൃഷ്ണ. എങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവാം എന്ന് കാണിച്ചു തരുന്ന തനി മലയാളിയും, എങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ പാടില്ല എന്ന് കാണിച്ചു തന്ന ദിയ കൃഷ്ണയും. ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, ഇനി കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും, എന്താണെങ്കിലും എങ്ങനെയാവാം എങ്ങനെയാവണ്ട. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ തനി മലയാളി കാണുകയാണെങ്കിൽ ചിലപ്പോൾ തനി മലയാളി വരുന്നതും ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് ദിസ് ഈസ് വാട്ട് സോഷ്യൽ മീഡിയ, ദിസ് ഈസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. നിങ്ങൾ പബ്ലിക്കലി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനൊരു സോഷ്യൽ റെലവൻസി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് എടുക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഈ കോണ്ടന്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശം ഏതെങ്കിലും ഒരാൾ ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭാവിക്കല്ലേ. അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കോണ്ടന്റ് ക്രിയേറ്ററെ നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്ട് ഇതുപോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്ററെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എന്ന്. ഓക്കെ. ആൻഡ് ആരാണ് ദിയ കൃഷ്ണ, ആരാണ് തനി മലയാളി? ദിയ കൃഷ്ണ അറിയാം, ഓഫ് കോഴ്സ് നമ്മളുടെ ആക്ടർ കൃഷ്ണകുമാറുടെ 2ാമത്തെ മോൾ, അതാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ടൊരു ഫേം ഉണ്ട്, OBOC. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് കാര്യങ്ങളായിട്ട് ആക്റ്റീവായി പോകുന്നു. ഒരു തനി മലയാളി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തനി മലയാളി ഓഫ് കോഴ്സ് ഒരു കോഴിക്കോടുകാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണൽ യൂട്യൂബറാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു യൂട്യൂബറാണ്. എനിക്കിവരുടെ കോണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഈവൻ തനി മലയാളി ഇപ്പം സംസാരിക്കുന്നത് മോൻ്റെ ബർത്ത്ഡേനെ കുറിച്ചാണ്. മോൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പ് തൊട്ടേ മോൻ ഉണ്ടാവുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ കാണുന്നൊരു ചാനലാണ്.
ആൻഡ് അവരിപ്പം നിൽക്കുന്നത് ആംസ്റ്റർഡാമിലാണ്. ഇവർ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്, നാട്ടിൽ വന്നതാണ്. ആൻഡ് കോഴിക്കോട് ഭാഗം എങ്ങാനുമാണ്. ഫാമിലി എനിക്ക് പ്രോപ്പർ കിട്ടുന്നില്ല. തനി മലയാളിക്ക് ഒരു ബ്രദറുണ്ട്, ദെൻ വിഷ്ണുവിൻ്റെ സിസ്റ്റർ വിദ്യ ഉണ്ട്. ലൈക്ക് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ചാനൽ. എനിക്ക് ഇവരുടെ ഷോർട്സ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഷോർട്സ് വീഡിയോയിൽ കുറേ റെസിപ്പീസ് കാണിക്കും, നമുക്ക് ആക്കാൻ തോന്നും. ആൻഡ് ആളുടെ നീറ്റ്നെസ്, ആളുടെ ഹൈജീൻ, ആളുടെ ഡ്രസ്സിങ് സെൻസ്, ആളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ, വീഡിയോസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. ഞാൻ ആളുടെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. മോർ ലൈക്ക് ഒരു സബ്സ്ക്രൈബർ കം ഒരു ഫാമിലി മെമ്പർ ഫീല് പോലെയുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടതാണ്. പിന്നെ ഞാനിങ്ങനെ അവിടെ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാമായിരുന്നു, ഒരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തനി മലയാളിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. യുവി എന്നാണ് പേര്, ആൻഡ് യുവാൻ എന്നാണ് ഫുൾ നെയിം. അപ്പോൾ യുവിൻ്റെ ബർത്ത്ഡേ റിലേറ്റ് ചെയ്തിട്ട് അവർ നാട്ടിൽ വന്നതാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. യുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു മെയിൻ സെലിബ്രേഷൻ ഉണ്ട്, അത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് വന്നിട്ടില്ല, ഹോപ്പ്ഫുള്ളി ഇന്നോ നാളെ ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് യുവിൻ്റെ ബർത്ത്ഡേ ഡേറ്റിന് ഇവർ ചെറിയൊരു സെലിബ്രേഷൻ ചെയ്തു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അവർ വീട്ടിൽ നിന്ന് എണീച്ചു. രാവിലെ തന്നെ യുവി എണീച്ച് വരുമ്പോൾ യുവിക്ക് വേണ്ടി നല്ലൊരു സർപ്രൈസ് സെറ്റ് ചെയ്തു. അതിനുശേഷം യുവിയും മീൻസ് തനിമലയാളി ഇപ്പം നിൽക്കുന്ന തനിമലയാളിയുടെ ഫാമിലിയിലാണ്. അവിടെ നിന്ന് വിഷ്ണു എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ പോയി ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം കൂട്ടി പുറത്ത് പോയി ഫുഡ് കഴിച്ച് തിരിച്ച് റിട്ടേൺ വരുന്ന ഒരു കുട്ടി വ്ളോഗ്. ഈ വ്ളോഗിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിലോട്ട് എത്തിക്കേണ്ടത്. ഒന്ന്, മോൻ ജനിച്ച ടൈം തൊട്ടിട്ട് ഒരു കുട്ടിക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു സാധനവും. രണ്ടാമത്തെ ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് കുറച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ ഓരോ സെറ്റിങ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫുഡും ഞാൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെയാണ് വി സ്റ്റാർട്ടഡ് കമ്പയറിങ് എന്താ അവിടെ നടന്നത് ഇവിടെ നടന്നത്. നമുക്ക് ആദ്യം തനി മലയാളീൻ്റെ വീഡിയോ ആണ്. ചിന്തിക്കും, ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ യുവിയുടെ മൈൽ സ്റ്റോണിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ടവർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നാട്ടിൽ വന്ന് അന്വേഷിച്ച് ഇതേപോലെ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മള് കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് അന്വേഷിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന ഒരു കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ചെയ്ത 2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, യുവി ജനിച്ച് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഒരു ബേബിയുടെ എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ യുവിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ 12 മാസമായി ഈ വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അറിവിൽ തനി മലയാളി അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. സോ അത് നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസം കൊടുക്കുക, ആ വിദ്യാഭ്യാസത്തിൽ കൂടെ ഒരു ജോലി നേടുക, ജോലി നേടിയത് വഴി അവർ എംപവർ ആവുക, അവർ എംപവർ ആയ വഴി അവരുടെ ഫാമിലി എംപവർ ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇന്ന് പലർക്കും പലതും, ഇപ്പോൾ ഈവൻ ദിയാകൃഷ്ണയുടെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ്. ഈവൺ അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെ പറയേണ്ടതാണ്. എന്തായാലും അതൊന്നും ഒരു വ്ളോഗിലും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവിടെ മോൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് കുറേ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക. അത് പാവപ്പെട്ടവരൊന്നും പറയുന്നില്ല, സാഹചര്യങ്ങളാൽ ഇങ്ങനെ അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മളെ ഒരു ഐ ഓപ്പണിംഗ് ആണ്. ഈ തനി മലയാളി എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വരെ എന്ത് നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഇതുപോലെ നമ്മൾ ചെയ്യണ്ടേ? നമുക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലേ? നല്ലതല്ലേ? നമ്മളുടെ സാഹചര്യം അങ്ങനെ, നമ്മളുടെ സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊരു തോട്ട് വരും. ഇവരൊക്കെയാണ് ദ സോ കോൾഡ് റിയൽ ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് കേട്ട സമയത്ത് ഞാനും എങ്ങനെ തിങ്ക് ചെയ്തു, ഇപ്പം എനിക്കൊരു എൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യലൊന്നുമില്ല. ബർത്ത്ഡേ വരികയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ? അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ ഒരു ബ്ലെസ്സിങ്, അല്ലെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെരി ഗുഡ്. ഞാനൊരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർക്ക് ലൈഫ് 4 ഇയറും അതിന് തൊട്ട് മുമ്പ് സ്റ്റഡി ഇയർ കറക്റ്റ് പറയുകയാണെങ്കിൽ 3+2 5 ഇയർ 9 ഇയേഴ്സായിട്ട് ഞാൻ ഈ സോഷ്യൽ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ഫീൽഡ്സുകളിലും വർക്കും ഇൻറ്റേൺഷിപ്പും കോഴ്സിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് അവരുടെ സ്നേഹം കാണിക്കുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അവർ കാണിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ലോകത്ത് എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. എവിടെയെന്ന് വെച്ചാൽ എവിടെ പോയാലും. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത്
കുറെ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണൽ ഇതാണ് ഈ റീസെന്റ് ഭയങ്കര വിവാദമായിട്ടുള്ള ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ. ഞാൻ ദിയ കൃഷ്ണയുടെ ഒരിക്കലും ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ളത് ഞാൻ പറയില്ല, അല്ലെങ്കിൽ പാവപ്പെട്ട വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം പറ്റുകയാണെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല. വലിയും ചലിച്ചു പറയില്ല. കാരണം തോന്നി ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ദിയ വളരെ സിമ്പിളായിട്ട്, ഞാൻ അന്നും ഇന്നും പറഞ്ഞു ദിയേൻ്റെ ബർത്ത്ഡേ, കുട്ടീൻ്റെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ഇസ് അപ് ടു യു. പക്ഷേ ദിയ വളരെ സിമ്പിളായിട്ട്, എനിക്ക് ബർത്ത്ഡേ എല്ലാവരും വിളിച്ച് ആഘോഷിക്കാൻ താല്പര്യമില്ല, ഞാനും അശ്വിനും കുഞ്ഞും മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം മതി എന്ന് പറഞ്ഞാൽ ഇവിടെ തീർന്നു. അതിന് വരെ കുറേ എണ്ണത്തിന് വിളിക്കുക, അവർ വലിച്ച് വരി തിന്ന്, അത് കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയാവുക ഇങ്ങനെയാവുക. എന്ത് കൈൻഡ് ഓഫ് മെസ്സേജാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്? 4 ആളെ വിളിച്ച് ഫുഡ് കൊടുത്താൽ എന്ത് തെറ്റാണല്ലേ? ഇപ്പം ഞങ്ങൾ ഈ ഫാമിലി, ഇപ്പം എൻ്റെ ഈ വീട്, ഇപ്പുറത്തൊരു വീട്, ഫ്രണ്ടിലൊരു വീട്, ഞങ്ങളൊരു 6-7 വീടാണ്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതാണ്. അതിപ്പം എന്തെങ്കിലും ഒരു പരിപാടി വരാൻ കാത്തിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ചെയ്തൊരു പരിപാടിയാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ എനിക്കറിയില്ല, യൂട്യൂബിലുണ്ടോ അറിയില്ല. ഞാൻ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചക്ക സീസൺ ആയിരുന്നു, ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു ഒരു ദിവസം എല്ലാവർക്കും കൂടെ ചക്കയും ചക്കപ്പുഴുക്കൊക്കെ ആക്കിയിട്ട് ചിക്കനൊക്കെ ആക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയാലോ ചോദിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ വെച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി ചിക്കനൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ കസിൻസും വന്ന് കുറേ പാട്ട് പാടി, കുറേ സംസാരിച്ച്, കുറേ അന്താക്ഷരി, ദംഷരാജ്, അത് എല്ലാവരും കൂടെ പുഴുക്കുണ്ടാക്കി പറിച്ചു വന്നു, ചുളയിട്ടു. അതൊരു ഹാപ്പിനെസ് ആണ്. നമ്മൾ ഈ സെൽഫ് ലവ് വേണം, വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ സെൽഫ് ലവ് കൂടി, ഒബ്സെഷൻസ് കൂടി, ഈ പ്രൈവസി കൂടുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊന്നും അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ഫീലിംഗ് ഒരിക്കലും മനസ്സിലാവില്ല. എൻ്റെ ഫാമിലി എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഈ ബോണ്ടിങ്ങാണ്. ടച്ച് വുഡ്, അതങ്ങനെ തന്നെ പോട്ടെ ലൈഫ് ലോങ് ആ ഒരു സാധനം. ഇപ്പം ഈവൻ പ്രവാസികളായ എൻ്റെ കുടുംബക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഐ മീൻ എൻ്റെ സിസ്റ്റർ ഉണ്ട് ബാംഗ്ലൂർ, UAE കസിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി ഇവിടെ തന്നെ മുംബൈയിലുള്ള ആൾക്കാരുണ്ട്, ദൂരത്ത് പഠിക്കുന്നവരുണ്ട്, ബാംഗ്ലൂരുണ്ട്. മീൻസ് ഞങ്ങളുടെ ഈ റൗണ്ടിൽ നിന്ന് ലൈക്ക് ആഫ്റ്റർ മാരേജും പഠിക്കാനൊക്കെ ആയി പോയിട്ടുള്ള ആൾക്കാർ, അവരിന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു ഫാമിലി ബോണ്ടിങ് ആണ്. അപ്പോൾ ഒരു 4 ആളെ വിളിച്ചൊരു ഫുഡ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമല്ല, ഒരു സ്നേഹം. നമ്മൾ ഒരാൾക്കൊരു ഫുഡ് ഓഫർ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വാങ്ങാനും ചെയ്യാനും സാധിക്കും. എനിക്ക് വേണ്ടത് ബൈ ദ ഗ്രേസ് ഓഫ് ഗ്രൗണ്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരാളല്ല, എന്നെ അറിയുന്ന ഒരാൾ എനിക്കൊരു 50 പൈസേൻ്റെ മുട്ടായി വാങ്ങി തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ചില സമയമൊക്കെ എൻ്റെ സെഷനൊക്കെ കഴിയുന്ന ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്ലയൻസൊക്കെ എനിക്കൊരു പെന്നൊക്കെ കൊണ്ടുതരും. ലൈക്ക് നോർമൽ പെൻ പെർസെൻ്റ് ഒരു പാർക്കർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വേണ്ടിട്ട് പറയാം, അമ്മ ഒരു പെണ്ണ് കിട്ടി, അപ്പം ഒരു ആരാ എൻ്റെ ക്ലയൻറ്റ് തന്നെയാണ്. അതാണ് ഈ കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന കുറേ സന്തോഷമുണ്ട്. ഇത് ഈ കൊടുക്കലും വാങ്ങലും അതും ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈ തനി മലയാളി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനും ദിയേനെയും കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ സോക്കോൾഡ് ഇവരെ അന്ധമായി ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇൻഫ്ലുവൻസർ ടാഗ് ലൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭ്രാന്തമായി നടക്കുന്ന ആൾക്കാർ ഇവരുടെ നല്ല ക്വാളിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാനും അത് നമ്മളുടെ ലൈഫിനെ ഭാഗമാക്കാനും ശ്രമിക്കുക. ഇവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മോശമുണ്ട് എന്ന് തോന്നിയാൽ അത് ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ വിടാൻ ശ്രമിക്കുക. നിങ്ങളൊരിക്കലും ഇത്ര ഗ്രീഡി അല്ലെങ്കിൽ ഇത്ര പൊങ്ങച്ചം ഇങ്ങനത്തെ സ്വഭാവമാകരുത്. നിങ്ങളും ഡു സംതിങ് ഗുഡ് ഫോർ ദി വേൾഡ്. കാരണം എല്ലാവർക്കും എല്ലാം ഇല്ല, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുമ്പോഴൊക്കെയാണ് ഇത് നന്നാവുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറ്റുന്ന പോലെ പലതും ഞാൻ ചെയ്യുന്നുമുണ്ട്. ഇരുട്ടിയാണോ? ജർമ്മനിന്നൊരു ബർത്ത്ഡേ വിഷ് കേട്ടോ. എന്തൊരു വികൃതിയാ അറിയോ? കാറ് കടന്ന് വിധു ആള് മാറിപ്പോയല്ലോ.
ഇന്ന ഒരു രീതിയുണ്ട്. അതായത് ഹസ്ബൻഡിന്റെ അമ്മയെന്ന് തന്നെ വിളിച്ച് അവരെ ചേർത്ത് പിടിച്ചാണ് പുള്ളിക്കാരൻ. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ വീഡിയോ ഇടേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തനി മലയാളി സ്വന്തം ഫാമിലീനെ എല്ലാം കൂട്ടിയിട്ട് വിഷ്ണുവിൻ്റെ ഫാമിലിയിലോട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് വിഷ്ണുവിൻ്റെ ഫാമിലീനെയും കൂട്ടിയിട്ടാണ് ഇവരൊരു ബർത്ത്ഡേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നത്. ആ സമയത്ത് തനി മലയാളിയും ആളുടെ ലൈക്ക് മദർ ഇൻ ലോയും തമ്മിലുള്ള കയ്യിൽ പെട്ടെന്ന് ലിപ്സ്റ്റിക് വന്നെയാണ്. തനി മലയാളിയും ആളുടെ മദർ ഇൻ ലോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. വളരെ കൂളായി വളരെ സന്തോഷത്തോടു കൂടി കുട്ടീനെ അമ്മയ്ക്ക് കൊടുക്കുന്നു, അവിടെ കൊടുക്കുന്നു, അമ്മ എടുക്കുന്നു, അതിനുശേഷം വിഷ്ണു എടുക്കുന്നു. പിന്നെ നമ്മൾ ഫുൾ വ്ളോഗ് കണ്ടിട്ടുണ്ട്, അറിയാം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സാധനം എന്താ, നമുക്ക് നമ്മുടെ മക്കളിൽ ഓഫ് കോഴ്സ് ഒബ്സഷൻ ഉണ്ടാവും, നമുക്ക് മക്കളിനെ ഭയങ്കര ഇഷ്ടം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും എന്ന് കരുതി നമ്മളിങ്ങനെ മക്കളിങ്ങനെ ഇടുക്കി പറിച്ച് വെക്കരുത്. ലൈക്ക് ദിസ് ഈസ് ദ വേൾഡ് ഫോർ ദം ടു എക്സ്പ്ലോർ. അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം, അവർ പുറത്തിറങ്ങാൻ പറ്റണം, നാലാളെ കാണാൻ പറ്റണം, സംസാരിക്കാൻ പറ്റണം. ഇവിടെ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന് മുമ്പ് ഞാനൊരു ഫുൾ വീഡിയോ കാണിച്ചു തരാം. സാരി എടുത്ത ക്ഷീണപ്പോഴും മാറി. അറിയില്ല, ഭയങ്കര കുറ്റബോധം. ഞാൻ വെട്ടിപ്പോയി. ഞാൻ ചുരിദാർ ഇട്ടു. ഇവിടെ ഇപ്പൊ അധികം സാരി എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സാരി ആക്കാം. അതന്നെ റീൽസ് വെച്ച് ക്ഷീണമാണോ സാരി എടുത്ത് ക്ഷീണമാണോ കൂടുതലും? രണ്ടും. ഇത് ഫുഡ് കഴിച്ച് ഇറങ്ങി വരുന്ന സമയത്തൊരു വ്ളോഗാണ്. ഞാൻ ഈ ഒരു പീസ് ഇതിൽ കാണിക്കാനുള്ളതിൻ്റെ മെയിൻ റീസൺ, ഇതിൽ ഈ തനി മലയാളിയും ആളുടെ അമ്മ ലൈക്ക് മദർ ഇൻ ലോ മേ ബി ഹർ അമ്മ തമ്മിലുള്ള ബോണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ അമ്മ എന്ന് പറഞ്ഞ് കാണിച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ആരാണ് അമ്മ എന്നുള്ള മനസ്സിലാവില്ല. അപ്പം അമ്മ എന്തോ സാരി എടുത്ത് വന്ന സമയത്ത്, മീൽസ് കഴിച്ച് സാരി എടുത്ത് വരുന്ന സമയത്ത് ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തപ്പോൾ ചോദിക്കും എന്തിനാ അമ്മ ചുരിദാർ ഇട്ടാൽ പോരെ എന്നുള്ള അവരുടെ ഒരു കാഷ്വൽ ഒരു സാധനം. അപ്പോൾ ഇവിടെ മദർ ഇൻ ലോനെ അമ്മ എന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വലിയൊരു കോൺട്രവേഴ്സി നമുക്കറിയാം. എന്താ കണ്ടവരെയൊന്നും കയറി അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സാധനം. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട് അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചെയ്ത് കഴിച്ചിട്ട് എന്താണെന്ന് ഞാൻ ചോദിക്കും. അവിടെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടേലും പോകുന്നു. ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഓമി വേറെ ആളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ഇത് കണ്ടപ്പം ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വന്നത്. അത്രത്തോളം സ്നേഹിച്ച് ടേക്ക് കെയർ ചെയ്ത് ഫ്രണ്ടോട്ട് കൊണ്ടുപോകുക. ദാറ്റ് ഷൂസ് ആൻ ഐഡിയൽ ഇമേജ്. എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് പറയാം, എല്ലാ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ അമ്മ പാമ്പർ ചെയ്യുന്ന പോലെ എൻ്റെ ഒരു മദർ ഇൻ ലോ എന്നെ പാമ്പർ ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത്ര എൻ്റെ അമ്മയോളം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഈ ലോകത്ത് വേറെ ആരെയും ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. അതാണ് ദാറ്റ്സ് വാട്ട് അമ്മ ലവ് ഈസ് ഓൾ അബൌട്ട് എന്ന് കരുതി നമ്മൾ മദർ ഇൻ ലോനെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല, അല്ലെ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളത് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് എനിക്കറിയില്ല. അന്ന് വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി പറഞ്ഞു. ഇതാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന് വ്യത്യാസം. ഇതാണ് ദ ക്വാളിറ്റി. നമ്മളൊരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് എഡ്യൂക്കേഷൻ ഒരു പാരാമീറ്റർ ആവാം. എന്നാൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ മാത്രമല്ല ഈ ക്വാളിറ്റി ഉള്ളത്. കുറച്ചും കൂടെ നമ്മളിങ്ങനെ എല്ലാം അടിത്തട്ടിലോട്ടും അവിടെയും ഇവിടെയും ഇറങ്ങി നമ്മൾ ആ ഒരു കനപ്പൊക്കെ മാറ്റി വെക്കുമ്പോൾ റിയാലിറ്റി കിട്ടും. എൻ്റെ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ബേബീനെ ഈ അമ്മ ടേക്ക് കെയർ ചെയ്യുന്ന എടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ അതിലൊരു ക്ലിപ്പ് ഇട്ടിരുന്നു. ആ ക്ലിപ്പിൽ നമ്മുടെ ദിയ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോളെ എൻ്റെ കുടുംബക്കാർ തന്നെ 10 മിനിറ്റിൽ കൂടുതൽ എടുക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നുള്ളത്. ഇതൊരു കൈൻഡ് ഓഫ് ഓവർ ഒബ്സെഷനാണ്. ഈ ഒബ്സെഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടോട്ട് പോകുമ്പം അത് വലിയൊരു പ്രശ്നത്തിലോട്ട് എത്താവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ അമ്മ മകൻ ബോണ്ട് വാസ് അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പൊതുവെ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറുമാണ് കുറച്ചും കൂടെ ഒരു ക്ലോസ്, ഞാനും എൻ്റെ ഫാദറുമാണ് കുറച്ചും കൂടെ ക്ലോസ്. അതങ്ങനെയാണ്. നമ്മുടെ സൈക്കോളജിയിലെ ഇലക്ട്ര കോംപ്ലക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നൊക്കെ ഒരു സാധനങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കണില്ല നിങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ട് വരുന്ന ഒരു ഇതാണ്. അപ്പം ഈ അമ്മമാർ മകനിൽ ഓവർ ഒബ്സസ്ഡ് ആയാലും, ഇപ്പോൾ ദിയാനെപ്പോലെ ഓവർ ഒബ്സസ്ഡ് ആയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പം ആൾ വളർന്ന് വലുതായി ആളുടെ ലൈഫിലോട്ടൊരു പാർട്ട്ണർ വരുമ്പം പാർട്ട്ണർ ഒരു ഓവർ അറ്റൻഷൻ ഒരു കെയറോ കാര്യങ്ങളോ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഈ അമ്മമാർക്ക് അത് ട്രിഗർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ കറണ്ട് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പം നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഓവർ ഒബ്സഷനാണ്. ആൻഡ് ഇവർ തന്നെ പറയുന്നുണ്ട് കുട്ടീനെ വേറെ ആർക്കും കൊടുക്കില്ല. എന്നാൽ ഈ പല ട്രിപ്പിലും പോകുന്ന സമയത്ത് പലരും എടുത്ത് നടക്കുക, അല്ലെ പലരും ചെയ്യുന്നുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്നെങ്കിൽ ദിയയ്ക്ക് പ്രോപ്പറായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ദിയയ്ക്ക് പക്ക അഹങ്കാരമാണ്. ഇത് രണ്ടിലും ഏതോ ഒന്നാണ് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇവരിങ്ങനെ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങനെ ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടോ എന്നാൽ ഞാൻ വരാം, അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടോ എന്നാൽ ഞാൻ വരാം, എല്ലാ കോൺട്രവേഴ്സിയിലും ഞാൻ കളിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ദ വീഡിയോ ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ എൻ്റെ ഒരു പ്രൈമറി റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മുമ്പിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ ആവേണ്ട ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവും, ഇൻഫ്ലുവൻസ് ആവേണ്ടാവാത്ത ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവും. സോ ചൂസ് വൈസ്ലി, സെലക്ട് വൈസ്ലി. അല്ലാണ്ട് എല്ലാവരെയും കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫ് കാണുക, എല്ലാവരുടെയും എന്തെങ്കിലും കാണുക, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വ്യൂ മാറ്റേഴ്സ്, മണി മാറ്റേഴ്സ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ ശ്രമിക്കാം. രണ്ടും സെയിമാണ്, രണ്ട് ബേബിയുടെയും ഫസ്റ്റ് ബർത്ത്ഡേ. ഹൗ ഒരാൾ അപ്രോച്ച് ചെയ്തു, ഹൗ മറ്റൊരാൾ അപ്രോച്ച് ചെയ്തു. ഏതാ നമുക്ക് കണ്ടപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തേ, ഏതാ കണ്ടപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തേ, ഏതാ കണ്ടപ്പോൾ നമുക്ക് ഗ്രേറ്റ് എന്ന് നമുക്ക് തോന്നിയത്. ഇറ്റ്സ് ഓഫ് കോഴ്സ് ദാറ്റ്സ് വാട്ട് ദ ലൈഫ് ഈസ് ഓൾ അബൌട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ലൈക്ക് കൊടുക്കുക, ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതിൽ വ്യൂസ് കിട്ടുക, അതിൽ അവർക്കൊരു ഏണിങ് കിട്ടുക. ആ ഏണിങ് വഴി ഒരു കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്കും കൂടെ എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അമ്മ തന്നെയാണ് എന്ന് കരുതി അമ്മയെന്ന് ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല. അതിന് നിങ്ങൾ കുറച്ചും കൂടെ റിയാലിറ്റി ടു ദ റിയൽ വേൾഡ്, നിങ്ങൾ എല്ലാ തട്ടിലും ഇറങ്ങി ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് കാണൂ. ഒരു പടി മുകളിൽ നിൽക്കുമ്പോൾ എല്ലാം അങ്ങനെ തോന്നും. പിന്നെ ഇവിടെ അടുത്ത വീഡിയോന് താഴെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ തോന്നിയിട്ടുള്ളൊരു സാധനമാണ്, ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലെങ്കിലും രണ്ട് വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പോയി ഫുഡ് വാങ്ങിക്കൊടുക്കാൻ കാണിച്ച തനി മലയാളിയുടെ ഒരു മനസ്സ്. അശ്വിൻ്റെ കുടുംബത്തിന് വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തുകൂടായിരുന്നോ? ഇനി ഞങ്ങൾ വാങ്ങിക്കൊടുത്തു, വ്ളോഗ് ഇട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ പറയും തനി മലയാളീൻ്റെ അമ്മായിയമ്മ പെരുമാറുന്ന പോലെയല്ല ഇവരുടെ അമ്മ പെരുമാറുന്നതെന്ന്. ബട്ട് ഹോപ്പ്ഫുള്ളി ഇത്രയും കാലം ആ വീഡിയോ കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായത് വളരെ പാവപ്പെട്ടൊരു അമ്മയായിട്ടാണ്. അപ്പോൾ എന്തും ആവട്ടെ, എനിവേ ദറ്റ്സ് ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സോ വെൻ യു ആർ സബ്സ്ക്രൈബിങ്, ചൂസ് വൈസ്ലി ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി ആൻഡ്